കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ ബന്ദിയോടാണുള്ളത് കേട്ടോ. അപ്പോൾ ബന്ദിയോട് മുതൽ നമ്മുടെ ഒസങ്കടി വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ബന്ദിയോട് ഓവർപാസ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. കൂടാതെ ഈ ഓവർപാസിൻ്റെ താഴെയായിട്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ടും 6 വരി പാത തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ 6 വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് ബാക്കിയുണ്ട് നടക്കാൻ. ഇവിടെ നല്ല ഉയരത്തിലാണ് കേട്ടോ ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്നത്. നമുക്കറിയാം ഇവിടെ കാറ്റാറൊക്കെയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് പുതിയ 6 വരി പാത വരുന്നത്. ഇവിടെ മുതൽ നമ്മുടെ കുക്കാർ ബ്രിഡ്ജ് വരെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. നേരത്തെ ഇവിടെ നമ്മുടെ ഉപ്പള ഭാഗത്തോട്ട് 3 വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിലെ കുക്കാർ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. രണ്ട് ഭാഗത്തായിട്ടും ഇവിടെ മുതൽ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നത്. ഈ ഭാഗത്തൊക്കെ മുഴുവനായിട്ടും വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ. നടപ്പാതയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നമ്മളെ കുക്കാർ ബ്രിഡ്ജ് വരെ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടാതെ കുക്കാർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. ചെറിയ ഓട്ടോറിക്ഷ, ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾക്ക് അതിൽ കൂടി സഞ്ചരിക്കാൻ പറ്റും. ഇവിടെ നല്ല ഉയരത്തിലാണ് കേട്ടോ 6 വരി പാത വരുന്നത്. മണ്ണടിച്ച് ഉയർത്തിയിട്ടാണ് ഈ ഭാഗങ്ങളിൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കാർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുക്കാർ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ പാലത്തിൻ്റെ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 11-ാം തീയതിയാണ് കേട്ടോ. ഏകദേശം ഫെബ്രുവരി 12 അതിന് മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ സർവീസ് റോഡ് കുക്കാർ ബ്രിഡ്ജിന് മുകളിലായിട്ട് കഴിഞ്ഞതാണ്. ഈ കുക്കാർ ഭാഗത്ത് വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ നേരത്തെ വർക്ക് നടന്നിരുന്നത്. നിലവിലെന്തായാലും വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ നയാ ബസാർ ഭാഗം വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഇരുഭാഗത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡൊക്കെ നേരത്തെ റെഡിയായതാണ്. ഇവിടെയൊക്കെ ഇടത് ഭാഗത്തായിട്ട് ഈ നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ വലതു ഭാഗത്തായിട്ട് കുറച്ച് ഇടങ്ങൾ മാത്രമാണ് ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത്. കുക്കാർ ഭാഗത്ത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്ന കേട്ടോ. നിലവിൽ 6 വരി പാത ഇവിടെ മുതൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നടപ്പാതയുടെ നിർമ്മാണവും കഴിഞ്ഞതായി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ നയാ ബസാർ വരെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നയാ ബസാർ മുകളിലായിട്ട് അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത്. നയാ ബസാർ മുതൽ നമ്മൾ ഉപ്പള ഫ്ലൈ ഓവർ വരെ മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ ഭാഗത്ത് വർക്ക് സ്ലോ ആയിരുന്നു. അവസാനമായിട്ടാണ് ഉപ്പള ഭാഗത്തെ വർക്ക് തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ വർക്കുകൾ ഇത്ര ലേറ്റാവാൻ കാരണം. നിലവിൽ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ വർക്കുകളാണ് ഉപ്പള മേൽപ്പാലത്തിന് മുകളിലായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ട് നിലവിൽ വെറ്റ് മിക്സിൻ്റെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ മെയ് മാസത്തോടു കൂടി മുഴുവനായിട്ടും ഈ ആദ്യത്തെ റീച്ച് തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഈ വലതു ഭാഗത്തായിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ നയാ ബസാർ അണ്ടർ പാസേജ് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഒരു ഇടതു ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ 3 വരി പാത കൂടിയാണ് നമ്മൾ വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോവുകയാണ്. ഇവിടെ മുതൽ നമ്മൾ ഉപ്പള ടൗൺ വരെ വർക്കുകൾ ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഇടതു ഭാഗത്തായിട്ട് ഫ്രിക്ഷൻ സ്ലാബുകൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നയാ ബസാർ അണ്ടർ പാസേജിൻ്റെ മുകളിലും കൂടാതെ കൈക്കമ്പ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് വെക്കാനുള്ള ഫ്രിക്ഷൻ സ്ലാബാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ മുതൽ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെക്ടി മിക്സ് ഇട്ട് ഇനി അവസാനം ടാറിംഗ് പ്രവൃത്തികളാണ് തുടങ്ങാനും ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കാനുള്ള കോൺക്രീറ്റ് വർക്കുകൾ ഇടത് ഭാഗത്തായിട്ട് നടക്കുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലതു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ നടന്നിട്ട് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കി, ഇവിടെ മുതൽ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റാക്കി വെച്ചിട്ട് നല്ല ഉയരത്തിലാണ് കേട്ടോ 6 വരി പാത വരുന്നത്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല. ചെറിയ നടപ്പാതയുടെ നിർമ്മാണമൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഇവർ ഈ മണ്ണടിച്ച് ഉയർത്തിയത് ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഏകദേശം ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ഉപ്പളയിൽ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട്. RE പാനലുകൾ വെച്ചിട്ടാണ് ഈ ഭാഗങ്ങളിൽ മണ്ണടിച്ച് ഉയർത്തുന്നത്. നമുക്ക് മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. കൂടാതെ കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ചിട്ടും നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ വലതു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും അവസാന ഘട്ട മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നമ്മൾ ഈ കൈക്കമ്പ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പളായ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ വർക്ക് ഫാസ്റ്റായി തന്നെ നടക്കുകയാണ് നമ്മളെ ഈ ഉപ്പള ടൗൺ ഭാഗത്ത്. ഉപ്പള ടൗണിലെ ഗതാഗതക്കുരുക്കൊക്കെ ഇതിലെ കൂടി സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നിലവിലിപ്പോൾ ഡൈവേർഷൻ നടത്തിയിട്ട് ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്പാൻഷൻ വർക്കുകളാണ് നടക്കുന്നത് കേട്ടോ. കൂടാതെ 2 ഭാഗത്തായിട്ടും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇവിടെ ഈ പാലവും അപ്രോച്ച് റോഡും തമ്മിലുള്ള എക്സ്പാൻഷൻ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് വർക്കാണ് നടക്കുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 2 ഭാഗത്തായിട്ടും ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങാനേ ബാക്കിയുള്ളൂ. ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള ഭാഗം ടാറിംഗ് പ്രവൃത്തികൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പള ഗേറ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് 3 വരി പാതയിൽ ഇപ്പോൾ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്. ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിലാണ് ഈ ഭാഗങ്ങളിൽ തുറന്നു കൊടുക്കാതിരുന്നത്. ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് 6 വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതൽ ഒരു വശത്ത് ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മറുവശത്തെ വർക്ക് ഇതുവരെയും സ്റ്റാർട്ടായിട്ടില്ല. ഇവിടെ മുതൽ ഇടതുഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക്
വലതുഭാഗത്തായിട്ട് മെർജിംഗ് പോയിന്റ് കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ മുതൽ ഇപ്പോൾ 6 വരിപ്പാത മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് നേരത്തെ തുറന്നെടുത്തതാണ്. കൂടാതെ ഈ ഭാഗത്തായിട്ട് മുഴുവനായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 2 ഭാഗത്തായിട്ടും നടപ്പാതയുടെ നിർമ്മാണം പല ഇടത്തും നടക്കാൻ ബാക്കിയുണ്ട്. അത് വെച്ചാൽ പൂർണ്ണമായിട്ടും വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞ ഏരിയ ആണ്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഒരു മെർജിംഗ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പള ഗേറ്റ് ഭാഗത്ത് ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ ഉപ്പള മുതൽ ഇവിടം വരെ 3 വരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ഭാഗത്തായിട്ടും ലൈൻ മാർക്കിംഗ് തുടങ്ങാൻ ബാക്കിയുണ്ട്. നമ്മുടെ വസ്തങ്കടി ഭാഗത്തൊക്കെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ട്, അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് ആ ഭാഗങ്ങളിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുള്ളത്. മഞ്ചേശ്വരം മുതൽ നമ്മുടെ തലപ്പാടി വരെ പൂർണ്ണമായിട്ടും 6 വരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്, ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയാണ്. നടപ്പാതയുടെ നിർമ്മാണം പലയിടങ്ങളിലും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഉപ്പള ബ്രിഡ്ജിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പളയിൽ 3-2 അനുപാതത്തിലാണ് ട്രാഫിക്കുകൾ പോകുന്നത്. പഴയ പാലം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളത്. പുതുതായി നിർമ്മിച്ച 3 വരിപ്പാലവും 2 വരിപ്പാലവും പഴയ പാലം. അപ്പോൾ എന്തായാലും 3-2 5 വരിപ്പാതയാണ് ഇവിടെയുള്ളത് കേട്ടോ. ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് മുഴുവനായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് 2 ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ പാലത്തിന് മുകളിലായിട്ട്. അപ്പോൾ വലതുഭാഗത്തായിട്ട് ലൈറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനിയും ലൈൻ മാർക്കിംഗ് നടത്താൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഇടതുഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് ഇതുവരെയായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ സൈഡിലായിട്ട് ഇപ്പോൾ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളങ്ങനെ വസങ്കടി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വസങ്കടി ടൗൺ മുതൽ ലൈറ്റ് മാർക്കിങ്ങിൻ്റെ ഒരു വശത്ത് വർക്കുകൾ നമ്മുടെ തലപ്പാടി വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറുവശത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.